മഹാഭാരത യുദ്ധം ഒരു നിമിഷം കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവൂ. പക്ഷെ വിശ്വസിച്ചേ പെടുത്തുള്ളൂ. അങ്ങനെ ഒരു യോദ്ധാവ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. വ്യാസമഹാഭാരതത്തിൽ ഉൾപ്പെടുത്താത്തതും മറ്റു പുരാണകകളിൽ ഉൾപ്പെടുത്തിയതുമായ ഒരു ശക്തനായ യോദ്ധാവ്. എന്തുകൊണ്ട് വ്യാസമഹാഭാരതത്തിൽ നമുക്ക് ഈ യോദ്ധാവിനെ കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഭീമന്റെ പൗത്രനും കടോൽക്കജന്റെ പുത്രനുമായ ബാർബറികനാണ് ആ ശക്തനായ യോദ്ധാവ്. അമ്മ അഹല്യവതിയിൽ നിന്നുമാണ് ആയുധ അഭ്യാസവും യുദ്ധകലയും പഠിച്ചിട്ടുള്ളത്. ഒരിക്കൽ ബാർബറികൻ മഹാദേവനെ പ്രത്യക്ഷനാക്കാൻ ഒരു ഉഗ്ര തപസ്സിൽ ഏർപ്പെട്ടു. ഇതിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. തന്നെ പ്രീതിപ്പെടുത്തിയ ബാർബറികന് ഭഗവാൻ 3 ദിവ്യ അസ്ത്രങ്ങൾ കൊടുത്തു. അതിനാൽ 3 ദിവ്യമായ അസ്ത്രങ്ങൾ വഹിക്കുന്നവൻ ബാർബറികൻ എന്നറിയപ്പെട്ടു. പിന്നീട് അഗ്നിദേവൻ 3 ലോകങ്ങളിലെ വിജയങ്ങൾ അടയാളപ്പെടുത്താൻ കഴിവുള്ള ഒരു അസ്ത്രവും ബാർബറികന് സമ്മാനിച്ചു. ഒരിക്കൽ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഭൂമിയിലുള്ള എല്ലാ യോദ്ധാക്കളെയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം അവസാനിക്കാനായിട്ട് സാധിക്കും? അതവിടെ കൂടി നിന്ന ശക്തരായ യോദ്ധാക്കളായ അർജുനനും കർണനും ഭീഷ്മരും ദ്രോണരും എല്ലാവരും പറഞ്ഞത് 20 മുതൽ 30 ദിവസത്തിനുള്ളിൽ മഹാഭാരത യുദ്ധം തീർക്കാനാവുമെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. തന്റെ 3 ദിവ്യാസ്ത്രങ്ങളുമായി ബാർബറികൻ യുദ്ധത്തിനിറങ്ങുമെന്ന് കൃഷ്ണനും പാണ്ഡവർക്കും അറിയാമായിരുന്നു. യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാണ്ഡവർ ബാർബറികനോട് പറയാമെന്ന് കൃഷ്ണനോട് പറഞ്ഞെങ്കിലും അത് വേണ്ടെന്ന് കൃഷ്ണൻ പറഞ്ഞു. ഏറ്റവും രോഷാകുലനായി സ്വയം ശക്തി തെളിയിക്കാനുള്ള ഈ ഒരു അവസരം ബാർബറികൻ വിട്ടുകൊടുക്കില്ല എന്ന് ശ്രീകൃഷ്ണ ഭഗവാന് നേരത്തെ അറിയാമായിരുന്നു. തുടർന്ന് സാഹചര്യം തന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് കൃഷ്ണൻ തീരുമാനിച്ചു. കൃഷ്ണ ഭഗവാൻ ബാർബറികനെ കാണാൻ പുറപ്പെട്ടു. കൊടുംവനത്തിൽ അമ്മയുമായാണ് ബാർബറികൻ താമസിക്കുന്നത്. താൻ ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്നും ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ഏറ്റവും ദുർബലനായ പക്ഷത്തെ പിന്തുണയ്ക്കുമെന്നുമാണ് അമ്മയ്ക്ക് ബാർബറികൻ ഉറപ്പ് കൊടുത്തത്. അങ്ങനെ മഹാഭാരത യുദ്ധം അടുത്ത സമയമായതിനാൽ തന്റെ കുടുംബാംഗങ്ങളെ പോലെ യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ച് ബാർബറികനും പുറപ്പെട്ടു. മാർഗമധ്യേ ഒരു ബ്രാഹ്മണനെ കാണാൻ ഇടയായി. ബ്രാഹ്മണൻ ആരാണ്, നീ ഏതാണ് എന്ന് ചോദിച്ചു. ഞാൻ കടോൽക്കജന്റെ പുത്രനും ഭീമന്റെ പൗത്രനും ലോകത്തിലെ ശക്തനായ യോദ്ധാവാണെന്നും ബാർബറികൻ മറുപടി പറഞ്ഞു. മഹാഭാരത യുദ്ധം അവസാനിപ്പിക്കാൻ എത്ര സമയം വേണമെന്ന് ബ്രാഹ്മണൻ ബാർബറികനോട് ചോദിച്ചു. ഒരൊറ്റ നിമിഷം മതിയെന്ന് ബാർബറികൻ മറുപടി നൽകി. അത്ഭുതത്തോടെ അതെങ്ങനെയെന്ന് ബാർബറികനോട് ആ ബ്രാഹ്മണൻ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബാർബറികൻ തന്റെ കയ്യിലുള്ള 3 അമ്പുകൾ ആ ബ്രാഹ്മണന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ അമ്പുകൾ സർവ്വശക്തവും ഒരിക്കലും തെറ്റ് സംഭവിക്കാത്തതുമാണ്. ഈ ആദ്യ അമ്പ് എനിക്ക് നശിപ്പിക്കാനുള്ളതിനെല്ലാം അടയാളപ്പെടുത്തുന്നു. രണ്ടാമത്തെ അമ്പ് തൊടുക്കുമ്പോൾ എനിക്ക് സംരക്ഷിക്കേണ്ട എല്ലാത്തിനെയും രണ്ടാമത്തെ അമ്പ് അടയാളപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അമ്പ് ആദ്യത്തെ അമ്പ് അടയാളപ്പെടുത്തിയ സർവ്വതിനെയും നശിപ്പിക്കുന്നു. യുദ്ധം പര്യവസാനിക്കും. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കും. അപ്പോൾ ബ്രാഹ്മണൻ അടുത്തുള്ളൊരു മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാർബറികനോട് പറഞ്ഞു, അല്ലയോ ബാർബറിക, നിനക്ക് ഇത്രയും ശക്തനാണ് നീയെങ്കിൽ ആ മരത്തിലെ എല്ലാ ഇലകളെയും നിനക്ക് നശിപ്പിക്കാനാകുമോ? ബാർബറികൻ തന്റെ ആദ്യത്തെ അമ്പ് ഉപയോഗിച്ച് ആ മരത്തിലെ എല്ലാ ഇലകളെയും അടയാളപ്പെടുത്തി. രണ്ടാമത്തെ അമ്പ് സംരക്ഷിക്കപ്പെടുന്നതിനെയും അടയാളപ്പെടുത്തി തിരിച്ചു വന്നു. എന്നിട്ട് മൂന്നാമത്തെ അമ്പ് തൊടുക്കുമ്പോൾ കണ്ണുകൾ അടച്ച സമയത്ത് ബ്രാഹ്മണൻ ആ മരത്തിലെ ഒരു ഇല സ്വന്തം കാലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ആ മൂന്നാമത്തെ അമ്പ് മരത്തെ സകല ഇലകളെയും നശിപ്പിച്ചു. എന്നിട്ട് ആ അമ്പ് ബ്രാഹ്മണന്റെ കാലിന്റെ അടുത്ത് വന്ന് കറങ്ങാൻ തുടങ്ങി. കാലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച ഇല അദ്ദേഹത്തിന്റെ കാലിൽ കൂടി തുളച്ചു കയറി ആ അമ്പ് ആ ഇല നശിപ്പിച്ചു. ബാർബറികന്റെ ഈ അമാനുഷ്യ ശക്തി ബോധ്യപ്പെട്ട ബ്രാഹ്മണൻ തന്റെ വിശ്വരൂപം കാണിച്ചു. അത് ഭഗവാൻ കൃഷ്ണനായിരുന്നു. അങ്ങനെ ബാർബറികൻ കൃഷ്ണ ഭഗവാനെ വണങ്ങി. പക്ഷെ കൃഷ്ണൻ അറിയാമായിരുന്നു, ബാർബറികൻ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബാർബറികൻ ഒഴികെ എല്ലാ ആളുകളും മരണമടയും. കൃഷ്ണൻ പറഞ്ഞു, ബാർബറിക, നീ നിന്റെ മാതാവിനോട് പറഞ്ഞത് യുദ്ധത്തിൽ ദുർബല പക്ഷത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുമെന്നല്ലേ? കൗരവപക്ഷത്തിന് 11 അക്ഷൗഹിണി പടയും പാണ്ഡവപക്ഷത്തിന് 7 അക്ഷൗഹിണി പടയുമാണ് ഉള്ളത്. താരതമ്യേന നീ അപ്പോൾ പാണ്ഡവപക്ഷത്ത് ചേരുകയും കുറെയൊക്കെ കൗരവപക്ഷത്തെ കൊന്നൊടുക്കുകയും ചെയ്യും. അപ്പോൾ കൗരവപക്ഷം ദുർബലമാവുകയും നീ അവരോടൊപ്പം നിൽക്കാൻ നിർബന്ധനാവുകയും ചെയ്യും. വീണ്ടും നീ കൗരവപക്ഷത്ത് നിൽക്കുകയും പാണ്ഡവരോട് യുദ്ധം ചെയ്യുകയും ചെയ്യും. യുദ്ധഭൂമിയിൽ ഇരുവശവും മുഴുവൻ ആളുകളും മരിക്കുന്നതുവരെ നീ ഇത് തുടരും. പ്രതിജ്ഞ ചെയ്തിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് ബാർബറികൻ കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ മറുപടി പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്. നിന്റെ ശിരസ് ദാനം ചെയ്യുക. ദാനധർമ്മത്തിൽ നിങ്ങളുടെ തല നൽകും മുൻപ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചോദിക്കുക. ബാർബറികൻ കൃഷ്ണന്റെ പാദങ്ങൾ തൊട്ട് വണങ്ങിക്കൊണ്ട് വരാനിരിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം കാണണമെന്ന് ആവശ്യപ്പെട്ടു. കൃഷ്ണ ഭഗവാൻ ബാർബറികന്റെ തല യുദ്ധക്കളത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു കുന്നിന് മുകളിൽ കൊണ്ടുവച്ചു. അവിടെ ഇരുന്ന് ബാർബറികൻ മഹാഭാരത യുദ്ധം വീക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇനിയുള്ളത് എന്തുകൊണ്ട് ഈ കഥാപാത്രത്തെ വ്യാസമഹാഭാരതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് നമുക്ക് നോക്കാം. മഹാഭാരതം എന്നത് വലുതും സങ്കീർണമായതുമാണ്. എന്നാൽ ബാർബറികൻ എന്ന യോദ്ധാവിന്റെ കഴിവ് പറയുമ്പോൾ വളരെയധികം കാൽപ്പനികതയും അമാനുഷികതയുമായി കണക്കാക്കപ്പെടും. തന്റെ 3 ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് എത്ര യോദ്ധാക്കളെ മുഴുവൻ കൊല്ലാൻ സാധിക്കും, യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സിദ്ധികളായി കണക്കാക്കുന്നത്. കൂടാതെ ബാർബറികന്റെ കഥ അവസാനിക്കുന്നത് വളരെയധികം ധാർമ്മികതയിലൂടെയും കാൽപ്പനികതയിലൂടെയും ഒക്കെയാണ് നമ്മുടെ ബാർബറികന്റെ കഥ പലപ്പോഴും അവസാനിക്കുന്നത്. അതുകൊണ്ടായിരിക്കും മഹാഭാരതം പോലൊരു സങ്കീർണമായ കൃതിയിൽ നമ്മുടെ ബാർബറികനെ പോലൊരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ വേദവ്യാസൻ ശ്രമിക്കാതിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ